കുറേ വണ്ടികളിലായി ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞാനിത് മേടിച്ചത്. വലിയ രുചിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് ഒരു ഐഡിയയും കിട്ടില്ല. ഈ ഒരു അക്കയാണ് ഇത് വിൽക്കുന്നത്. 10 രൂപ, 20 രൂപ, 30 രൂപ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലാക്കിയിട്ടാണ് ആ ഒരു സാധനം വിൽക്കുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് മേടിച്ച് പോന്ന്. പിന്നീട് അവിടെയൊക്കെ ചുറ്റുപാടിൽ നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതലും സ്ത്രീകളാണ് കേട്ടോ ഈ വർക്കുകൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാണുന്നത്. ആ ഒരു സംഭവത്തിൻ്റെ കൂടെ എനിക്ക് കുറച്ച് മുളക് പൊടി അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് തന്നത്. അതിൻ്റെ ടേസ്റ്റും കൂടി ആയപ്പോൾ എല്ലാം കൂടി ഒരു കുഴപ്പമില്ലാത്ത രുചി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഒരു മൃതശരീരം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഫ്രണ്ടിലെ ടാക്ചറിൽ കുറേ ആളുകൾ ഇരുന്നിട്ട് പൂക്കളെല്ലാം തന്നെ ബാക്കിൽ വരുന്ന മൃതശരീരത്തിൻ്റെ മേത്തേക്ക് ഇങ്ങനെ വാരിയിടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഒക്കെ ഉള്ളതുപോലെ തന്നെയാണ് ആളുകൾ ഇതുപോലെ ഏറ്റി കൊണ്ടുപോകുന്ന ഒരു കാര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെയുള്ള ഒരു ചെണ്ട കൊട്ടിയിട്ടും പീപ്പിളി വിളിച്ചിട്ടും അതുപോലെ ആ ടാക്ചറിൽ നിന്ന് പൂ വാരിയിട്ടിട്ടൊക്കെ കൊണ്ടുപോകുന്നത് മാത്രമാണ് ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിന് വേണ്ടിയിട്ട് ആണ് ആ ഒരു പൂ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ തോന്നിപ്പോവും. ഇവിടെ ഇത് ലൂസാക്കിയിട്ടാണ് ഇങ്ങനെ വാരിയിടുന്നത് കാണുന്നത്. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ആ പൂക്കൾ ഇങ്ങനെ അതേപടി അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വാരിയിടുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ വണ്ടികളിലായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ലൈനായിട്ട് ഇതാ വണ്ടികളും അതിൻ്റെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് ഒരു ശവപ്പറമ്പിൻ്റെ ഒക്കെ അടുത്താണോ എന്ന് തോന്നിപ്പോകും. അടുത്തൊരു മൃതശരീരം ഇതാ ഇങ്ങനെ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവരുന്ന ഒരു കാഴ്ച കാണുന്നത്. ഇതിൻ്റെ കൂടെ ഏറ്റി കൊണ്ടുപോകുന്നതും അതുപോലെ പൂക്കളിടുന്ന കാഴ്ചകളൊന്നും കാണാൻ സാധിച്ചില്ല. ഇതുപോലത്തെ വണ്ടിയിൽ അതിങ്ങനെ കൊണ്ടുപോകുന്ന കാഴ്ച മാത്രമാണ് കാണാൻ സാധിച്ചത്.